ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മൺട്രോത്തുരുത്തിലേക്കാണ്. അതായത് എൻ്റെ വീടിനടുത്ത് ഒരു 25 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ടേക്ക്. ഇപ്പം സമയം ഏകദേശം ഒരു 7 മണി ആവാറായി. കാരണം നമ്മൾ രാവിലെ അവിടെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം 8 മണിക്ക് അവിടുന്ന് മൺട്രോയിലോട്ടുള്ള ജങ്കാർ ഓപ്പൺ ആവുന്നത് 8 മണിക്കാണ്. 8 മണി തൊട്ടേ ജങ്കാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ലേറ്റായെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നേരെ വെളുത്തേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഇതിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിനി ഒരു 18 കിലോമീറ്ററോളം ഇനി ചവിട്ടാനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെറ്റമുക്കിലാണ്. എൻ്റെ കൂടെ ഒരു ഇക്കായുണ്ട്. എന്നിട്ട് ഇനി ഇവിടുന്ന് 18 കിലോമീറ്റർ ഉണ്ട് മൺട്രോത്തുരുത്തിലേക്ക്. നമുക്ക് മൺട്രോത്തുരുത്തിലേക്ക് വന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണാം. ഒരു ചെറിയ പണി കിട്ടി. മഴ ചതിച്ചു ആശാനെ. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. മഴ കാരണം കയറി തന്നെ അത്. അപ്പോൾ എൻ്റെ KMML മുമ്പായിട്ട് ലെഫ്റ്റിലോട്ട് ഒരു ബൈ റൂട്ടുണ്ട്. നമ്മൾ ഇതുവഴി കയറുകയാണ്. വാ. ഇനി ഇവിടുന്ന് 13 കിലോമീറ്റർ ഉണ്ട് മൺട്രോത്തുരുത്തിലേക്ക്. ഞങ്ങൾ സൈക്കിൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഇത് ഗിയറല്ല, ചവിട്ടാൻ ഇച്ചിരി പാടുണ്ട്. മറ്റേത് ഗിയറാണ് നമ്മുടെ സൈക്കിൾ. അന്നേരം ഈ സൈക്കിൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, രാമൻ്റെ. പിന്നെ നമ്മളുടെ കൊച്ചിയിൽ പോകാൻ വണ്ടി തന്ന് സഹായിച്ച അൻസർക്കാക്കും ഈ വേളയിൽ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ മൺട്രോ പോകാൻ സൈക്കിൾ തന്ന രാമനും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. കാരണം എനിക്ക് സൈക്കിളുണ്ട്, പക്ഷെ എൻ്റെ കൂടെ മൺട്രോ വരാമെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് വേണ്ടി ഞാൻ രാമൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സൈക്കിളായിരുന്നു. അപ്പോൾ നമ്മൾ കാരാളി മുക്കെത്തി. ഇനി ഇവിടുന്ന് ആ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. അതിലെയാണ് പോകേണ്ടത്. ഇപ്പോൾ രാവിലെ ഇറങ്ങിയില്ല, ഇവിടെ എത്തിയപ്പോഴത്തേക്കും തലവേദന എടുക്കുന്നു. വെള്ളം പോലും കുടിച്ചില്ല. അന്നേരം ഇവിടെ കയറി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റീചാർജ് ചെയ്യാനായിട്ട് കയറിയതാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. അതെ, ബോർഡ് നോക്കിക്കോ. കല്ലുമൂട്ടിൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം, കല്ലുമൂട്ടിക്കടവ്, ജങ്കാർ സർവീസ്. ഇതിലെയാണ് ജങ്കാർ സർവീസിലേക്ക് പോകുന്നത്. ഞാനേ അവിടെ വെച്ച് നമ്മൾ കാരാളി മുക്കിൽ നിന്ന് തിരിച്ച് കയറിയില്ലേ, അവിടുന്ന് കയറി ഇങ്ങോട്ട് ചവിട്ടി വന്നപ്പോൾ കയറ്റമായിരുന്നേ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ഫോൺ വിളിച്ച് വിടുള്ളൂ. എൻ്റെ 2 കൂട്ടുകാർ 2-3 പേര് ഇവിടെ എൻ്റെ കൂടെ കോളേജ് പഠിക്കുന്നവന്മാർ. അബി എന്നാണ് അവൻ്റെ പേര്. അവനെ വിളിച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ച് സംസാരിച്ച് ചവിട്ടി പൊങ്ങി കയറിയതാ. സൈക്കിളിലെ ചെയിൻ കക്കി. ഇറക്കമായിരുന്നു. ഇപ്പോഴത്തെ പാളി തന്നെ. ബ്രേക്കും കുറവാ. പണി കിട്ടി, മറിഞ്ഞു വീണ്, ചെയിൻ കക്കി മറിഞ്ഞു വീണ്, കാലൊരിഞ്ഞ്, ചൂടെ എറിഞ്ഞ് വേദന എടുക്കുന്നു. അതെ, ജങ്കാറിന്ന് ബോട്ട്, ജങ്കാറിന്ന് കാറ് പോകുന്നതാണ്. മുറിഞ്ഞതിനേക്കാളും ഭയങ്കര വേദന ഈ നീറ്റല. ഈ ഒരഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര നീറ്റൽ. രാവിലെ തന്നെ ചോര. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഉരഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ജങ്കാറിനകത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങി. ജങ്കാറിന് ചാർജ് ഉണ്ട് കേട്ടോ. സൈക്കിളിന് 10 രൂപ, ബൈക്കിന് 15, കാറുകൾക്ക് അങ്ങനെ മേപ്പോട്ട് വരും. കാരണം 50 തോന്നുന്നു.
മൺട്രോത്തുരുത്ത്. ഇതാണ് മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്തിൽ ഓരോ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അടിപൊളി അല്ലേ? നല്ല ഗ്രാമാന്തരീക്ഷം ഫുള്ള്. ആഹാ, വന്നത് വെറുതെ ആയില്ല. ചോര കണ്ടപ്പോഴേ തോന്നി അടിപൊളിയാകുമായിരിക്കും. കരുനാപ്പള്ളി വരുമോ? പിന്നെ കരുനാപ്പള്ളി വരുന്നുണ്ട്. നമ്മളെ പെങ്ങളുടെ വീട് അവിടെ അല്ലേ? അവിടെ വരുമ്പോൾ പുതിയാവി വരുമ്പോൾ ഒക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എൻ്റെ വീട് അവിടെ പുതിയാവിന്ന് ഒരു 1 കിലോമീറ്റർ ആകത്ത. പുതിയാവി നമ്മളെ പടിഞ്ഞാറോട്ടല്ലേ? പടിഞ്ഞാറോട്ട് നമ്മുടെ മറ്റേ കണ്ടണക്ക അമ്പലത്തിലൊക്കെ പോകുന്ന റൂട്ടില്ലേ, ആ റൂട്ടാണ്. നമ്മൾ വല വീശുന്നതൊക്കെ കണ്ട് കണ്ണനണ്ണനും രതിലണ്ണനും അവർ രണ്ടുപേരുമാണ് നമുക്ക് വേണ്ടി 3-4 വട്ടം വല വീശി കാണിച്ചു തന്നു. ആദ്യം വീശിയപ്പോൾ മീൻ കിട്ടില്ല. രണ്ടാമത് വീശിയപ്പോൾ ഒരു ചെമ്പല്ലിയുടെ ഒരു അത്യാവശ്യം സൈസുള്ളൊരു മീനെ കിട്ടി. ഒരു ദിവസം ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്പോട്ട് നോക്കാം. ഇവിടെ ഒരു ചർച്ചുണ്ട്, പഴയ ബ്രിട്ടീഷുകാർ പണിഞ്ഞ കാലത്തുള്ളൊരു ചർച്ച്. ഇതിനകത്തോട്ട് കയറാം അല്ലേ? ആ, അടിപൊളിയാണ് ഇവിടെ. ഇത്ര സെറ്റപ്പാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് ഹോട്ടലാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ, അടിപൊളി. ഇതിൽ അവിടെ ഒരു അടിപൊളി ഒരു വ്യൂ ഉണ്ട്. പക്ഷേ അത് ഗോപ്രോ വിഷ്വൽസ് സൂം ചെയ്യാൻ പറ്റത്തില്ല. അത് വള്ളത്തിൽ പോയി എടുക്കണം. വള്ളത്തിൽ പോയി എടുത്താലേ അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇതിന് ഇവിടെ ഒരു ചർച്ചുണ്ട്, ആ ചർച്ച് കൂടെ കണ്ടിട്ട് നമുക്ക് വരാം. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് മൊത്തം, കുറേയൊക്കെ. അന്നേരം നമുക്കിവിടെ വേണമെങ്കിൽ വസ്തു വാങ്ങാം. വസ്തുവിന് ഏകദേശം 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഒക്കെ ഒരു സെൻറ്റിന് വെച്ചുണ്ട്. ഓരോ ചെറിയ ചെറിയ തുരുത്തിന് 1 സെൻറ്റിന്. ഇവിടെയാണ് വല വീശി. നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു അതാ വരുന്നു. അണ്ണാ പോട്ടെ അയക്കാം, മെസ്സേജ് അയക്കാം. അവരടുത്ത വീശുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ആ ചർച്ചിലേക്ക് പോകാം. മറ്റേ ചർച്ചിലേക്ക് പോകുന്ന വഴിയാണ്.
അവിടെ നേരെ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ പാലം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയാൽ മതി. അവിടെ ആ കട ഉണ്ടോ? അപ്പുറത്ത് നേരെ അങ്ങോട്ടൊരു വഴിയുണ്ട്. അങ്ങോട്ട് പള്ളിയിലേക്ക് പോകുന്ന വഴിയാ. ഒരു പഴയ ബിൽഡിങ്, നല്ല പഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മോഡൽ ബിൽഡിങ് നമ്മളവിടെ കണ്ടിട്ടില്ലല്ലോ. നല്ല പഴക്കമുള്ളൊരു ബിൽഡിങ്. അതിനകത്ത് പഴയ നമ്മുടെ ഒരു സിനിമയിൽ കാണുന്ന മോഡലുള്ള മറ്റേ ഒരു സ്ഫടികത്തിനകത്തൊക്കെ ആ ബിൽഡിങ് കാണത്തില്ലേ, ആ ഒരു ടൈപ്പിൽ തട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല, അടച്ചിട്ടേക്കും. അന്നേരം നമുക്കിനി പള്ളിയിലേക്ക് പോവാം. ഇതാണ് മൺട്രോത്തുരുത്തിലെ മറ്റേ ആ പള്ളിയിലേക്ക് പോകുന്ന വഴി. ഇവിടെ എന്ത് ശാന്തതയാന്ന് നോക്കി, അടിപൊളി കേട്ടോ. ഇവിടെ കയറിയതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയൊരു ഫീലായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടെ കോവിഡിൻ്റെ യാതൊരുവിധ ടെൻഷനും ഈ തുരുത്തി കയറിയതിന് ശേഷം എനിക്കില്ല, തോന്നത്തില്ല. ഇല്ലെന്നല്ല, തോന്നത്തില്ല. ഇതാണ് ആ ചർച്ച്. അപ്പോൾ അതെ, ഇതാണ് മൺട്രോത്തുരുത്തിലെ ചർച്ച്. അതിൻ്റെ മേളിൽ എഴുതി വെച്ചപ്പോൾ ഉണ്ട് AD 1878. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏകദേശം 69 വർഷമല്ലേ, 69 വർഷം മുമ്പ് ഡച്ചുകാർ നിർമ്മിച്ച പള്ളിയാണിത്, ചർച്ച്. ഡച്ച് ചർച്ച് ഓഫ് മൺട്രോ ഐലൻഡോ അങ്ങനെ കണ്ട ഇതിന് പറയുന്നത്, ഇതിൻ്റെ പേര്. അത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നോക്കിക്കോണം. ബ്രിട്ടീഷുകാരുടെ, ഡച്ചുകാരുടെ ഒരു കയ്യൊപ്പാണ് നമ്മുടെ ഇന്ത്യയിൽ വന്നതിൻ്റെ. ഇന്ത്യയിലല്ല, നമ്മുടെ കരുനാഗപ്പള്ളിൽ മൺട്രോത്തുരുത്ത് വന്നതിൻ്റെ ഒരു കയ്യൊപ്പ് പോലെ ഇപ്പോഴും ഈ പള്ളി ഇവിടെ നിലകൊള്ളുന്നു എന്ന് പറയുന്നത് വലിയൊരു അതിശയം തന്നെയാണ്. ഇവിടെ ഏറ്റവും വലിയൊരു മൺട്രോത്തുരുത്ത് കയറിയതിനകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടെ കോവിഡിൻ്റെ യാതൊരുവിധ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കരുനാഗപ്പള്ളി നടക്കുന്ന പോലെ ഒരു ടെൻഷനേ ഇടില്ല. കാര്യം ഇവിടെ ആൾക്കാർ വളരെ കുറച്ചെടുത്ത് മാത്രമേ ഉള്ളൂ, 2-3 ആൾക്കാർ കൂടിയിരിക്കുന്നത്. ബാക്കി എവിടെയും കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ഫീലിംഗാണ് മൺട്രോത്തുരുത്ത് ഫുള്ള്. ഇത് നോക്കിയേ, ഇതെല്ലാം ഇവിടെ എല്ലാം ആ ഒരു ഫീലിംഗ് തന്നെയാണ്. പള്ളിക്കകത്ത് എന്തെങ്കിലും പഴയ തട്ട്, പള്ളിക്കകം പൂട്ടിയിട്ടേക്കാണ്, അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇതുണ്ടോ, ഇത് സിമൻ്റ് അല്ല, ഇത് വേറെന്തോ ഒരു മിശ്രിതമാണ്. ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന അക്കാലത്തെ. അതിൻ്റെയൊക്കെ നമ്മുടെയൊക്കെ വല്യമാവടുത്തൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇതാണ് അവർ സിമെൻറ്റിന് വേണ്ടി അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുമ്മായം, വേറെ ഏതാണ്ടൊക്കെ സാധനങ്ങളില്ല. അടിപൊളിയല്ലേ? ഇതും അതിൻ്റെ വേറൊരു സ്പേസാണ്, വരാന്തവൽ. ഇവിടെ 2 പേരെ അടക്കം ചെയ്തിട്ടുണ്ട്, അതാരാ നമുക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിതേ മൺട്രോത്തുരുത്ത് വെള്ളം കുടിക്കാനായിട്ട് വിനോദേട്ടൻ്റെ കടയുടെ ഫ്രണ്ടിലാണ്. ഞാൻ കട കാണിച്ചു തരാം. ഇതാണ് വിനോദേട്ടൻ്റെ കട. ഇവിടെ ഒരുപാട് വെറൈറ്റി ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. മൺട്രോത്തുരുത്ത് വരുന്നവരുണ്ടെങ്കിൽ ഈ കട നോക്കി വെച്ചോണം. ചേട്ടാ അവിടെ എന്തൊക്കെയുണ്ട് ജ്യൂസ്? പപ്പായ ഷേക്ക്. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് എന്തുവാ? സ്പെഷ്യൽ ലെമൺ സോഡ.
ഫ്രൂട്ട് സലാഡ് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അല്ലേ? സർവത്തിൻ്റെ സ്പെഷ്യലുണ്ട്. ഒരെത്ര ഐറ്റം വെറൈറ്റി വരുന്നുണ്ട്? ആ 66 വെറൈറ്റി ഉണ്ട് അല്ലേ? ആ നമ്മളെന്നാ ചവിട്ടി കുഴഞ്ഞിരിക്കാം, നമുക്ക് ഇച്ചിരി അത് മതി ചേട്ടൻ പറഞ്ഞ. ആ ചേട്ടൻ സ്പെഷ്യൽ. ഇവിടെ ഇരിക്കാനൊക്കെ അടിപൊളിയാണ്, വന്ന് റിലാക്സ് ചെയ്യാം. ഞങ്ങൾ സൈക്കിളെ ഒട്ടി കുഴഞ്ഞ് ഏകദേശം ഇപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 50, 55, 60 കിലോമീറ്ററോളം സൈക്കിളെ ഒട്ടിക്കാണ് ഞങ്ങൾ. അതാണ് ചേട്ടൻ്റെ കട. അവിടുന്ന് വെള്ളം വാങ്ങി ഇവിടെ വന്ന് കുടിക്കുക. അപ്പുറമുള്ളൂ. മൺട്രോത്തുരുത്ത് എല്ലാം സെറ്റപ്പ് കാഴ്ചയാണ്. തീർന്നു. വരുമാനം കൊണ്ടാണ് കോളേജ് പ്രവർത്തിച്ചത്. സ്കൂളുണ്ടാക്കി ഈ സ്ഥലത്തിൻ്റെ പേര് മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്തിൻ്റെ എല്ലാം അറിയില്ല. ഇതിന് പഴയ പേര് ചുണ്ടക്കാടെന്നായിരുന്നു. പിന്നെ അയാളുടെ താമസിച്ച സ്ഥലം ഇവിടെ തൊട്ടപ്പുറം ഒരു നാടൻ വീട്ടുകൾ. അതാണ് ഇപ്പോൾ സ്കൂളുണ്ട്. സ്പാറും അയാളുടെ പണ്ട് താമസിച്ച വീടും എല്ലാം കയറാൻ പറ്റുമോ? അവിടെ കയറാൻ പറ്റില്ലേ? ഞങ്ങളിപ്പോൾ ചർച്ചിൽ പോയായിരുന്നു. അദ്ദേഹമാണ് പ്രാധാന്യമുള്ളത്. അവിടെ തന്നെ അല്ലേ? അയാൾ താമസിച്ചു ഇവിടെ വരുമ്പോൾ അയാൾ വരുന്ന ഇവിടെ അച്ഛനുണ്ട്. അച്ഛനോട് പറഞ്ഞു ഇവിടെ നിന്ന് വിനോദ് പറഞ്ഞതാണ്. ആണല്ലേ? കേട്ടില്ലെങ്കിൽ ആര് താമസിച്ചത്? കേണൽ മൺട്രോ. അയാളാണ് ഈ പള്ളിയുടെ സ്ഥാപകൻ. അയാളല്ല, മൺട്രോത്തുരുത്ത് ഉണ്ടാക്കിയെടുത്ത അയാളാണ്. ഉണ്ടാക്കിയെടുത്ത ആളാണ്. അതായത് പണ്ട് പറഞ്ഞ ഇത് ഡെൽറ്റ പ്രദേശമാണ്. സ്വാഭാവികമായിട്ട് ഈ കിഴക്കുന്നുള്ള എക്കലും മണ്ണും ഒക്കെ വന്ന് അടിഞ്ഞുണ്ടായ ഒരു സ്ഥലങ്ങളാണ്. ഇത് പിന്നെ ഇതിൻ്റെ വാഹന സൗകര്യത്തിനും ഗതാഗത സൗകര്യത്തിനും അന്ന് ചെറിയ തോടുകൾ ഈ ആളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അയാൾ കുഴിച്ച് ഗതാഗത സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒരു പുത്തനാറതാണ്. ഇത് പ്രത്യേകം വെട്ടി ഉണ്ടാക്കിയതാണ്. ഗതാഗത സൗകര്യത്തിനും യാത്രാ സൗകര്യത്തിനും വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പം നമ്മളിതേ വെള്ളമൊക്കെ കുടിച്ച് അടുത്തത് നമ്മുടെ മൺട്രോത്തുരുത്തിൻ്റെ സ്ഥാപകൻ ജോൺ മൺട്രോ. ഇദ്ദേഹമാണ് മൺട്രോത്തുരുത്തിൽ ആദ്യം വന്ന് ഇത് ഈ ഒരു ജനവാസ മേഖലയാക്കി എടുത്തത്. ഏകദേശം 200 വർഷത്തോളം അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു. മൺട്രോത്തുരുത്തിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വീടാണിത്. 200 വർഷം പഴക്കമുണ്ട്. 200 വർഷത്തിലേറെ പഴക്കമുണ്ട് അല്ലേ? എൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം AD 1811 മുതൽ 1814 വരെ നമ്മുടെ ട്രാവൻകൂറിൻ്റെ ദിവാനായിട്ട് ഇരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നിലവിൽ ഇത് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. ഇപ്പോൾ നിലവിൽ ഇവരുടെ തന്നെ ഒരു സ്കൂളും ഇതിനടുത്തുണ്ട്. ഇതാണ് സ്കൂൾ. പുള്ളിക്കാരൻ സ്ഥാപിച്ച സ്കൂളാണിത്. നമ്മളുടെ ഫസ്റ്റ് കണ്ട നമ്മളുടെ പള്ളിയെക്കാട്ടിലും കാലപ്പഴക്കം ചെന്ന വീടാണിത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറി ആ വീടിൻ്റെ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം.
ഇതാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീട്. ഇപ്പോൾ ഇതിനകത്തൊന്ന് താമസം ഇല്ലല്ലേ? ആണോ? തുറന്ന് കാണിച്ചാൽ കേട്ടോ. ഇത് നമുക്കിനി അകത്തേക്ക് പോകാം. ഇത് 4 പാളിയാണ് ഈ കഥക്. അതുകൊണ്ട് അദ്ദേഹമാണ് ജോൺ മൺട്രോ വിത്ത് ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബം ആണ്. ഇത് ഓരോ ആൾക്കാരുടെ ഫോട്ടോ ആണ്. ഈ കഥ എല്ലാം അന്ന് അദ്ദേഹം പണിഞ്ഞ അതേ കഥ തന്നെയാണ്. ഇത് ഇടയ്ക്ക് വെച്ച് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നെങ്കിൽ ഈ കഥ ഒന്നും മാറിയിട്ടില്ല. പിന്നെ ഇത് അവർ യൂസ് ചെയ്തിരുന്നൊരു ബാത്റൂമാണ്. ഈ ക്ലോസറ്റും അന്നത്തെ അത് തന്നെ ടൈപ്പ് തന്നെയാണ്. ഷർട്ട് ഹാങ്ങർ ചെയ്ത് അദ്ദേഹം അന്ന് തന്നെ യൂസ് ചെയ്തിരുന്ന അതേ ഹാങ്ങർ, ഷർട്ടൊക്കെ കൊളുത്താൻ, അതെല്ലാം ഒന്ന് പൊടിഞ്ഞിട്ട് പോലും ഇല്ല. അത് ഈ ഓട് കഷ്ണമെല്ലാം അദ്ദേഹം സൂക്ഷിച്ച് അന്ന് പണിഞ്ഞപ്പോൾ ഉള്ള അതേ ഓടിൻ്റെ കഷ്ണങ്ങളാണ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ജോൺ ഓഫ് മൺട്രോ. 150 വർഷത്തെ പഴക്കം കള്ളുമുൾ ചെടി എന്ന് പറയാൻ കള്ളുമുൾ മഠം. ഇതിനും 150 വർഷത്തോളം പഴക്കമുണ്ട്. അന്ന് അദ്ദേഹം വെച്ചതാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. 150 വർഷം പഴക്കമുള്ള സാധനം നോക്കിയേ. ഇതൊക്കെ ഒരു ഓർമ്മകൾ. ഇതൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞ്, അതുകൊണ്ട് ഏകദേശം 200 വർഷങ്ങൾക്ക് മേളിലല്ലേ? 200 വർഷങ്ങൾക്ക് മേളിൽ. AD 1811 ഇതിൻ്റെ സ്ഥാപിതം. അത്രയും വർഷം പഴക്കമുണ്ട്. ജോൺ ഓഫ് മൺട്രോ അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം 200 വർഷത്തിലേറെ, 200 വർഷത്തിനെക്കാട്ടിൽ പഴക്കമുള്ള ഒരു വീടാണിത്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ചവിട്ടി ഇതിനകം ഫുള്ള് കറങ്ങി എല്ലാം കാഴ്ചകളെല്ലാം എടുത്തു. അപ്പോൾ സൈനിങ് ഓഫ് അമീൻ ഷമി. ബൈ.